ഹലോ ഫ്രണ്ട്സ്, അപ്പം എന്നെ കാണാം. അപ്പോൾ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ദിവസമായിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഇന്നാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ ഡേറ്റ് കിട്ടിയേക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ പോകാൻ റെഡിയായി. അവിടെ ചെന്ന് വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശാൻ പറഞ്ഞത് ആധാർ കാർഡ് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ വീട്ടിൽ വന്നേക്കുവാണ്. ആധാർ കാർഡ് ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. നമ്മൾ കുറേ കാലങ്ങൾ കാത്തിരുന്ന സബ്സ്ക്രൈബേഴ്സും ഞാനും ഒരുപോലെ കാത്തിരുന്ന നമ്മുടെ എൻ്റെ പേരെന്നാ ഡ്രൈവിങ് ഇന്ന് ടെസ്റ്റ് ഇന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആശാൻ്റെ അടുത്ത് പോയി, നമ്മൾ എച്ചൊക്കെ എടുക്കാൻ പോയി ആശാൻ്റെ അടുത്ത് പോയിട്ട് ആശാൻ്റെ കൂടെയാണ് പോകുന്നത്. പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ അതെ നമുക്ക് ആധാർ കാർഡ്, ഇതല്ല ആധാർ കാർഡ്, ദൈവമേ, ഇതാണ് നമ്മുടെ ആധാർ കാർഡ്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് പുള്ളി എനിക്ക് സ്കൂട്ടർ തന്നിട്ട് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞേക്കാണ്. ഐ എം സോ എക്സൈറ്റഡ്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അവരെല്ലാം സെപ്റ്റംബർ 1-ാം തീയതി പള്ളിയിൽ പോയപ്പോഴാണ്. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഗൈസ്, ഞാൻ ബാക്കി വിഷ്വൽസൊക്കെ അവർ ചിലപ്പോൾ കാണിച്ച് തരാം. ഗൈസ്, അപ്പോൾ ആശാൻ്റെ വണ്ടി ഇതാണ്. നമുക്കിനി ഇവിടുന്ന് ആശാൻ്റെ വീട്ടിൽ പോകാം. ഇവിടെ അടുത്ത് തന്നെ ആശാൻ്റെ വീട്. ഇതുകൊണ്ട് കൊടുക്കണം. ആശാൻ്റെ കൂടെ കയറി ചെങ്ങളത്താണ് ടെസ്റ്റ്. ചെങ്ങളത്തേക്ക് പോകണം. വ്ലോഗ് എടുക്കാൻ പറ്റുന്ന തരത്തില്ല, നോക്കാം. ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. വെയിറ്റിംഗ് ഫോർ ആശാൻ, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ. ദിസ് ഈസ് ദ ഗ്രൗണ്ട്. നമ്മൾ അവിടെ 8 എടുത്തു. ആദ്യത്തെ 8 കാലുകുത്തി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി 6 റൗണ്ട് വരും 200 രൂപയ്ക്ക്. അത് ബാക്കി 5 റൗണ്ട് നമ്മൾ കറക്റ്റാക്കി. ഒരു തവണ എടുത്തു, കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുറച്ച് മിസ്റ്റേക്സൊക്കെ പറഞ്ഞു. ഗൈസ്, അവിടെ ഒരു നീല കൊച്ചുണ്ട്. അവിടെ നിൽക്കുന്ന ആ നീല കൊച്ചുണ്ടോ, ആ കൊച്ചു വണ്ടി എടുത്തു. അവിടെ നിൽക്കുന്ന പുള്ളീനെ അവിടെ കുറേ പേരെ ഇടിച്ചിട്ട് ഈ പുള്ളിക്കാരി. നമുക്ക് ഇനി ഒരു തവണ കൂടെ എടുക്കാൻ തരാമെന്നാണ് പറഞ്ഞത്. എടുത്തിട്ട് ബാക്കി പ്രോസസ്സ്. സ്റ്റിൽ വെയിറ്റിംഗ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണ്. നമുക്ക് ലൈസൻസൊക്കെ കിട്ടി. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ നമ്മൾ 8 എടുക്കുന്നിടത്ത് നമ്മൾ വീഡിയോ എടുത്തപ്പം അവരെല്ലാവരും കൂടെ പീഡിപ്പിച്ചു. ഇതിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചു. ഞാനൊന്ന് വിറച്ച് തീർന്ന് പോയി. ഒരു മിനിറ്റ് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ ലൈസൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ വളരെ വലിയ അടിപൊളി കഥയായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത്, ഞാനെൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തു. ഞാൻ ചുമ്മാ അത് കാണാൻ പറ്റുമെങ്കിൽ ചുമ്മാ ഓടിച്ച് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് അത് വിഷയമായി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ. അപ്പോൾ വീഡിയോ എടുത്തതിന് അവിടെ നിന്ന് ഒരു ഡ്രൈവിംഗ് സ്കൂളൊക്കെ കുടിച്ച് പീഡിപ്പിച്ചു. ലൈസൻസ് കട്ട് ചെയ്യും. 8 എടുത്ത് കഴിഞ്ഞായിരുന്നു. നിൻ്റെ 8 എടുത്ത് കട്ട് ചെയ്ത് കളയുന്നൊക്കെ, ഒന്നും എടുക്കേണ്ടി വരും, അതായതാന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിന്നു, ഒളിച്ചെന്നുള്ളതൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് മാറിപ്പോയി. ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. റാഷ് പിന്നെ ആ വീഡിയോ എടുക്കാം, അത്രയ്ക്കായി ചുമ്മാ റൈസ് ഞാൻ നോക്കാം. എന്നിട്ട് വെയിറ്റ് ആക്കി ഒരു ചേച്ചി വരും. ആ വയസ്സ് പിന്നെ വന്നു. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞു. വീഡിയോ എടുത്തതിന് അത് പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞു. വഴക്കല്ല, ഇങ്ങനെ പേടിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറുന്നു. പിന്നെ നമ്മൾ 8 എടുത്ത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് പോയി. റോഡ് ടെസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ക്ലീൻ ആയിരുന്നു. പിന്നെ നമുക്ക് കുറേ പേരുമായിട്ട് കമ്പനിയായി. എനിക്ക് ഹെൽമെറ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് ഒപ്പിക്കാനുള്ള എൻ്റെ ടെക്നിക്കൽ മൂവിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുറേ പേരായിട്ട് കമ്പനിയായി ഹെൽമെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഹെൽമെറ്റൊക്കെ പിന്നെ എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പുറകെ നിന്നവനായിട്ട് പെട്ടെന്ന് കമ്പനി അവൻ്റെ ഹെൽമെറ്റ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഹെൽമെറ്റൊക്കെ മേടിച്ചു എടുത്ത് 8 റോഡ്, അതിൻ്റെ റോഡൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എച്ചും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എച്ചെടുക്കാൻ കുറച്ച് താമസം വന്നു. അത് കഴിഞ്ഞ് പിന്നെ റോഡ് എടുക്കാനായിരുന്നു കുറച്ച് താമസം വന്നു. റോഡ് ടെസ്റ്റിന് വേണ്ടി കുറേ നേരം നിന്നു. ആ വണ്ടി നോക്കി വരണമായിരുന്നു. പിന്നെ റോഡ് ടെസ്റ്റ് എടുത്തു. റോഡ് ടെസ്റ്റിൻ്റെ അത് വേറെ രസം. ഞാൻ വീട്ടിൽ കയറട്ടെ. ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കോട്ടയം വഴിയൊക്കെ പറഞ്ഞായിരുന്നു. ഇറങ്ങിത്തിരിഞ്ഞ് വന്ന് വെയിലാണ്. ആൻ്റെ വീട്ടിലൊന്ന് കയറി. ഇപ്പം ഞാൻ വീട്ടിലെത്തി വീട് കണ്ടു. ഞാൻ വീട്ടിൽ കയറിയിട്ട് ബാക്കി പറയാം. അടിച്ചു മോനെ, കിട്ടി ലൈസൻസ് കിട്ടി. എവിടെ പോണം? അമ്മ എന്തിയടാ? അമ്മേ ഒച്ചോടാ. കിട്ടി ലൈസൻസ് കിട്ടി.
എവിടെ പോണം? വാ പോവാ പോവാ പോവാ. അയ്യോ ലൈസൻസ് കിട്ടിയേ, അടിപൊളിയായിരുന്നു. അപ്പോൾ കേസ് നമ്മൾ ഇല്ല, ഞാൻ മിനിയാൻ്റെ വീട്ടിൽ കയറി വെള്ളം കുടിച്ചിട്ട് പോകും. കേസ് നമ്മൾ പറഞ്ഞിട്ടില്ല, മിനിയാൻ്റെ വീട്ടിലെ കയറി എനിക്ക് ദാഹിച്ചായിരുന്നു, ഭയങ്കരമായിട്ട് ദാഹിച്ചായിരുന്നു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വന്നത്. കോട്ടയം ബസ്സില്ലായിരുന്നു, ഒരു മണി കഴിഞ്ഞാൽ ബസ് ഉണ്ടെന്ന്. പിന്നെ കോട്ടയം പോയിട്ട് അവിടുന്ന് ബസ് വരുന്നത്, പിന്നെ അടിച്ചിറ വരെയുള്ള ബസ്സിന് വരാം. അപ്പോൾ അടിച്ചിറ ഇറങ്ങിയിട്ട് ഇവിടെ വരെ നടക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അല്ല ചൈതന്യായിട്ട് അവിടെ ഇറങ്ങിയിട്ട് മിനിയൻ്റെ അങ്ങോട്ട് കയറി വെള്ളം കുടിച്ചു ഒന്ന് ഫ്രഷായിട്ട് പൈസ. ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചു. ഞാൻ വരാം, എൻ്റെ ഗൈസിനോട് പറഞ്ഞോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെ വരെ എന്നിട്ട് ഞാൻ റോഡ് ടെസ്റ്റ് എടുക്കാൻ നിന്നപ്പോൾ ഉണ്ടല്ലോ, റോഡ് ടെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഞാനും വേറൊരുത്തനുമായിരുന്നു ഞങ്ങളുടെ ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ വണ്ടിയിൽ എടുക്കാനുള്ള ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പം ഞങ്ങളുടെ ആശാന് ഞങ്ങളുടെ കൂടെയുള്ള പുള്ളി ഇങ്ങനെ വന്ന് ഞങ്ങളുടെ അവിടെ വണ്ടി പുള്ളി കയറി അവൻ നൈസായിട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരികയാണ്. ഒരു പാലം എത്തിയപ്പോൾ അത് ഇടുങ്ങിയ പാലമാണ്. അപ്പോൾ അങ്ങോട്ട് കയറാൻ വന്നപ്പം ഞാനങ്ങോട്ട് ആശ്രമം പോയപ്പോൾ ആശ്രമം പറഞ്ഞായിരുന്നു അവിടെ വണ്ടി എതിരിൽ നിന്ന് വണ്ടി വരുവാണെങ്കിൽ നമ്മളിവിടെ നിർത്തി കൊടുക്കണം, നമ്മളെല്ലാം ഒട്ടിച്ചായതുകൊണ്ട് നമ്മളൊക്കെ അല്ല പ്രയോറിറ്റി, അവർക്കാണ് പ്രയോറിറ്റി, അവരെ പോയിട്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കണ്ട് അവിടുന്ന് ഒരു ഓട്ടോ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ നിർത്തണമെന്ന് അവനോട് പറയത്തില്ലല്ലോ. അപ്പം നിർത്തുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അവൻ നിർത്താതെ, പക്ഷെ ആ ഓട്ടോ കുറച്ച് അകലെന്നായിരുന്നു. പക്ഷെ അവൻ നിർത്താതെ അത് കുറച്ചിങ്ങനെ ഇങ്ങനെ കയറ്റം കയറിയിട്ട് ഇങ്ങനെ പാലമായിരുന്നു. അപ്പോൾ കയറ്റം കയറി ആ പാലം ഇങ്ങനെ ഇടുങ്ങിയ പാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കയറി വന്നപ്പോൾ ആ ഓട്ടോക്കാരന് നിർത്താതെ ഇങ്ങനെ പോകാന്നുള്ള വേണ്ടി പോകുന്നു. ഇവന് കുറച്ച് ഇടത്തോട്ട് ഇങ്ങനെ വെട്ടിക്കായിരുന്നു, പക്ഷെ അവൻ പ്രോപ്പറായില്ലല്ലോ, നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയില്ലല്ലോ. അപ്പം അവൻ വെട്ടിച്ചില്ല, അവനിങ്ങനെ നേരെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ഓട്ടോ ഇങ്ങനെ അതിൻ്റെ വഴി പോയപ്പോൾ ഞങ്ങളുടെ മിറർ മടക്കി ആ ഓട്ടോ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ തട്ടി. പിന്നെ ഒരു അപ്പച്ചനായിരുന്നു ഞങ്ങളുടെ വെഹിക്കിൾ ഇറങ്ങി ചെന്നിട്ട് ആ അപ്പച്ചനോട് എനിക്ക് കണ്ണ് കാണത്തില്ലാണോ മാടയാണോ കോടയാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പച്ചനോട്. എന്നിട്ട് ചോദിച്ചു ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു ലൈസൻസ് ഒക്കെ ഉണ്ട് എന്നെ ചോദിച്ചു. അപ്പോൾ അപ്പച്ചനോട് എനിക്ക് കണ്ണ് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കണ്ണൊക്കെ കാണാൻ സാറേ, പിന്നെ നീ എന്നെ അത്രയാളെ ഇങ്ങോട്ടെ കയറ്റിയേക്കുന്നത്, ഞങ്ങളുടെ മിറർ കണ്ടോളാന്നൊക്കെ പറഞ്ഞ് വൈകിയതല്ലേ, എല്ലാം ഒട്ടിച്ച് വരുന്ന വണ്ടിയല്ലേ, തനിക്ക് ഇവിടെ ഒതുക്കത്തില്ലാടാന്നൊക്കെ ചോദിച്ച്. അപ്പോഴത്തേക്ക് രസമതല്ലേ. എന്നിട്ട് അപ്പം അപ്പച്ചൻ അതെല്ലാം കേട്ടിട്ട് അപ്പച്ചൻ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഞങ്ങളുടെ വന്നിട്ട് വണ്ടിയുടെ അവിടെ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് അകത്തോട്ടൊക്കെ നോക്കി ഏതാണ്ടൊക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞു ഒഴുക്കുണ്ടായിരുന്നു, ഇടയില്ലായിരുന്നു, തിരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ RTO സാർ എടുത്ത് അപ്പം ബ്ലോക്കായി. അപ്പോൾ പുള്ളി ആ വണ്ടി എടുത്ത് ഓട്ടോയിൽ കയറി ആ പുള്ളി RTO വെട്ടിയാപ്പ എടുത്തുകൊണ്ട് മാറ്റിയിടാൻ പിന്നെ അങ്ങോട്ട് പോയ ഗ്യാപ്പിൽ ആരും കണ്ടില്ല. ഈ അപ്പച്ചൻ മുങ്ങി. ഈ അപ്പച്ചൻ എവിടെയോ പോയി, ആ പാലത്തിന് എവിടെ ആരും, പിന്നെ പുള്ളി ആരും കാണുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആശാൻ വന്നിട്ട് ഞങ്ങളുടെ ആശാൻ ഞങ്ങളുടെ വണ്ടി തന്നെ ആ പുള്ളി വണ്ടി കയറിയിട്ട് പറയുക കണ്ടു ഇങ്ങനെ ആ പുള്ളി അപ്പുറം കൊണ്ടുവന്നിട്ടൊന്ന് പേടിപ്പിച്ചിട്ട് വിട്ട്. അപ്പം ഇവിടെ ഈ അപ്പച്ചനെ കാണുന്നില്ല, പുള്ളി കായലിൽ ചടിയാ തോന്നുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പക്ഷേ അതെല്ലാം ബോസായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പിന്നെ അങ്ങ് കുറച്ച് പുറകെ പോയിരുന്നു RTO. പിന്നെ വേറൊരു വണ്ടിയിൽ കയറി അങ്ങനെ അവിടെ വന്നത്. അപ്പം വേറൊരു വണ്ടിയിൽ കയറിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഒരുത്തനെ ഓടിപ്പിച്ചു. അവനും പോയി, അവനും ഫെയിലായി. ആ വണ്ടിയിൽ പോയവനും ഫെയിലായി. പിന്നെ ഈ പുള്ളി ഞങ്ങളുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പം ഇവനോടൊപ്പം ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് പുള്ളി പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവരോട് കയറിക്കോ, ബാക്കി കണ്ടിന്യൂ ചെയ്തോളാം രീതി പറഞ്ഞു. അപ്പോൾ പിന്നെ RTO കയറിയപ്പോൾ എന്നോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീയല്ല നേരത്തെ വിളിച്ചത്, നീ ഫെയിലായി, നമ്മളെല്ലാം ഒട്ടിച്ചല്ലേ, അപ്പം നമ്മൾ വേണം ചവിട്ടി കൊടുക്കാൻ. അത് നമ്മൾ ഈ ചവിട്ടി കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം നീ പഠിക്കുമല്ലേ, അപ്പം നീ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ലൈസൻസ് ഫെയിലാക്കി തിരിച്ചു. അത് കഴിഞ്ഞ് ഞാനായിരുന്നു ഞാൻ ആദ്യം ഓർത്തു ആദ്യം നിർത്തി അവൻ ആ ഇടിച്ചെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞൊരു കയറ്റായിരുന്നു, ആ കയറ്റത്തിൽ ഞാൻ വണ്ടി എടുക്കണം എന്ന് ഓർത്ത് ഇടിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് RTO അവനോട് ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി നിന്ന് ഒരു നോർമൽ സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓണാക്കി ചെറിയൊരു ഇറക്കം പോലെ ഇറങ്ങി നേരെ ഇന്ന് ചെങ്ങൾക്ക് ആ ഗ്രൗണ്ടിലോട്ട് കയറ്റിയതാണ്. ഞാൻ ഗ്രൗണ്ടിലോട്ട് കയറ്റി. അപ്പോൾ പിന്നെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പറഞ്ഞു, എന്നാലും ഞാൻ ഇടത്തോട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ പുള്ളി അപ്പം അതായത് നമുക്ക് ലൈസൻസ് കിട്ടിയെങ്കിൽ നമ്മൾ പുള്ളിക്ക് കൊടുക്കുന്ന പേപ്പറെല്ലാം എടുത്ത് പുള്ളി ഫയൽ വെക്കും. കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു പേപ്പർ കയറിയിട്ട് അവരെടുത്തിട്ട് ബാക്കി പേപ്പർ നമുക്ക് തരും. അപ്പോൾ എൻ്റെ എല്ലാ പേപ്പറും അവർ പാസ് എന്ന് എഴുതുന്ന ഞാൻ കണ്ട് പാസ് എഴുതി കയറ്റി വെച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. എൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല നോക്കപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു. അത് കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടുകാരൻ വിളിച്ചു. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ കയറി ഒന്ന് കിടന്നു. പിന്നെ ഫോൺ കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ് ഫോൺ കുറച്ച് ഒരു അനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞ്
ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് ഇപ്പോൾ പള്ളിയിലോട്ട് പോവാണ്. നമ്മൾ ശനിയാഴ്ച നമുക്ക് യുവദീപ്തിയുടെ മത്സരമുണ്ട്, ഫൊറോന തല വടംവലി. അപ്പം അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയാണ്. ഇപ്പം ഞാൻ വണ്ടിക്കകത്താണ്. ഇപ്പം ഞങ്ങൾ ഒരു അങ്കിൾ ഇവിടെ മാതാ ഹോസ്പിറ്റൽ, മാതാ കാരിത്താസിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ വന്നതാണ്. അപ്പം ചേട്ടായി അവിടെ പൈസ കൊടുക്കാൻ പോയി. ഞാനിപ്പോൾ കാർ പാർക്കിങ്ങിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കും. അപ്പോൾ ചേട്ടായി വിളിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് ലൈസൻസ്. നമുക്കിനി എല്ലൊക്കെ ഒട്ടിച്ച് വണ്ടി ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലൊക്കെ ഇനി പറിച്ച് കളയാണ്. പക്ഷേ എല്ലിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു, കുറച്ച് പറിച്ച് കളയാണ്. നമ്മൾ ഈ പ്രൊഫഷണൽ നമ്മൾ ഐ എം എ ഡ്രൈവർ, ഒഫീഷ്യലി ലീഗലി എന്നാ പറയുന്നത് അറിയത്തില്ല, അതൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, ബൈ ബൈ. വൈൻഡപ്പിങ് മൈ വീഡിയോ. ഞാൻ ഉറങ്ങുമായിരുന്നു, മോഹവും സ്വരവും എല്ലാം ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ എത്ര എടുത്തതല്ല, അതുകൊണ്ട് നിർത്തേണ്ടതെന്ന് ഓർത്ത് നിർത്തുകയാണ് ഗൈസ്. ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.